നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ സ്റ്റാഫിൽ ചിലരും അവരുടെ വലയിൽ പെട്ടിട്ടുണ്ട്. അത് കൃത്യമായി കണ്ടെത്താൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. സാറ് പറഞ്ഞാൽ മതി, ഞങ്ങൾ എന്തിനും റെഡിയാ. നമ്മളെ വിശ്വസിച്ച് വരുന്ന രോഗികളെ ചതിക്കാന്ന് വെച്ചാ സ്വന്തം പോക്കറ്റ് നിറയണം എന്ന് മാത്രം ചിന്തിക്കുന്നവരാ ഇതിന് പിന്നില്. അതെ, അന്യന്റെ വേദനയെ സ്വന്തം ഉയർച്ചയ്ക്കുള്ള ടൂളായി കാണുന്നവരെ കണ്ടെത്താൻ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. നിൽക്കും സാർ. കൂടെ നിന്ന് ചതിക്കുന്ന ആരായാലും എന്ത് വില കൊടുത്ത് ഞങ്ങൾ കണ്ടെത്തിയിരിക്കും. നിങ്ങൾ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഈ കോൺഫിഡൻഷ്യൽ മാറ്റർ ഞാൻ പറയുന്നത്. ഞങ്ങളെ വിശ്വസിക്കാം സാർ. ജീവൻ പോയാലും ഞങ്ങൾ ചതിക്കും. നമുക്ക് ഒറ്റക്കെട്ടായി ഒന്ന് ശ്രമിച്ചു നോക്കാം. പ്രതീക്ഷയോടെ ഇവിടേക്ക് കയറി വരുന്ന ഒരു രോഗിയുടെയും ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് കാവലായി നിൽക്കാം. സർ, ഫാർമസിയിൽ നിന്ന് മരുന്ന് പോകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. വെറും പനിയുടെ ഗുളികളല്ല, അഡ്രിനാലിൻ പോലത്തെ കോസ്റ്റ്ലി മെഡിസിൻസ്. ഒരു നടപടിയെടുത്താൽ അത് ഹോസ്പിറ്റലിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. പക്ഷേ പിന്തുടരണം, കണ്ടുപിടിക്കണം. ഡോക്ടർ, നമ്മുടെ ഹോസ്പിറ്റൽ വാഹനങ്ങളിൽ ആംബുലൻസ് ഉൾപ്പെടെ GPS ഘടിപ്പിക്കണം. ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റത്തിലൂടെ നമുക്ക് നമ്മുടെ ശത്രുക്കളെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അത് നല്ല ഐഡിയ. എന്തായാലും നമ്മുടെ സ്ഥാപനത്തിന് മുമ്പിൽ കോട്ട പോലെ നമ്മൾ നിൽക്കേണ്ട സമയമാണിത്. The war begins. ഇനി മാഡം വരാതിരിക്കോ സാറേ? വരും, വന്നേ പറ്റൂ. കാരണം ഒരു ബോംബിന്റെ പുറത്ത് അവളിപ്പോ ജീവിക്കുന്നേ. ഞാൻ വിചാരിച്ചാൽ മാത്രം നിർവീര്യമാക്കാൻ പറ്റുന്ന ബോംബ്. ദേ വന്നല്ലോ സാർ. ഓ, പതിവ് പോലെ നിന്റെ കലാപരിപാടികൾ രാവിലെ തന്നെ തുടങ്ങിയല്ലേ? ശീലങ്ങളൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ ബേബി. നമ്മുടെ മോളെന്ത് പറയുന്നു? ഹാപ്പി അല്ലേ? എന്റെ മോളെ കുറിച്ച് അന്വേഷിക്കാൻ ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം ആൾക്കാരുണ്ട്. തൽക്കാലം നീ ആ ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ട. ഓക്കെ, സമ്മതിച്ചു. അതിന് ഇനി സമയമുണ്ടല്ലോ. ഞാനിപ്പോ വന്നത് നീ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഡീലിനെ കുറിച്ച് സംസാരിക്കാനാ. ഓൺലി ബിസിനസ് ഡീൽ, അല്ലാതെ കുഴിച്ചു മൂടിയ ബന്ധങ്ങൾ മാന്തിയെടുക്കാനല്ല. ഓ, റിലാക്സ് റിലാക്സ്. ഓക്കെ, നിന്റെ ഡിമാൻഡ് പറ. നീ പറഞ്ഞ പെർസെന്റേജ് എനിക്ക് ഓക്കെ ആണ്. ബട്ട് വൺ കണ്ടീഷൻ. വാട്ട്? ക്യാഷ് എനിക്ക് അഡ്വാൻസ് ആയി ക്രെഡിറ്റ് ആകണം ത്രൂ യുവർ അക്കൗണ്ട്. ഓക്കെ, ഗ്രേറ്റ്. നോ പ്രോബ്ലം. Yeah, baby. നീ എന്തോ മഹത്തായ കാര്യമോ മഹാരഹസ്യമോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലേ എന്നെ വിളിച്ചു വരുത്തിയത്. എന്നിട്ടിപ്പ എന്താ, ഒന്നും പറയാനില്ലേ? അല്ല മാഡം, ഞാൻ അതിന്റെ ആമുഖത്തിലേക്ക് വരികയായിരുന്നു. ആമുഖം നടത്താൻ ഇതെന്താ, പുസ്തക പ്രകാശനോ? നീ കാര്യം പറയ് ശരത്തെ. എനിക്ക് നിന്നെ പോലെ വെറുതെ കളയാൻ സമയമില്ല. അത് മാത്രമല്ല, നീയുമായി ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് റിസ്ക് ആണ്. അതെന്താ മാഡം അങ്ങനെ പറഞ്ഞത്? നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ. വളരെ വളരെ കണ്ണിങ് ആണ് നീ. പിന്നെ രാജാവിന് മന്ത്രി കുറുക്കൻ. അതുകൊണ്ട് നിന്നെ ഞാൻ കൂടെ നിർത്തിയേക്കുവാ. മാഡം, വിഷയം ഇതാണ്. ഹോസ്പിറ്റലിൽ രഹസ്യമായി എന്തൊക്കെയോ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയെന്ന് അറിഞ്ഞു. എന്റെ ഹോസ്പിറ്റലോ? ആ, അല്ലാതെ പിന്നെ എനിക്ക് ഹോസ്പിറ്റലുണ്ടോ? എന്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ? എന്തോ രഹസ്യ ക്യാമറയോ GPS സിസ്റ്റമോ അങ്ങനെ എന്തൊക്കെയോ. ഇത് നീ എങ്ങനെ അറിഞ്ഞു? അതാണ് ശരത്തിന്റെ സ്പൈവർ, ശരത്തിന്റെ റഡാർ. മാഡം അറിയാത്ത കാര്യം ഞാൻ അറിഞ്ഞു. ഓ, എങ്ങനെ അറിഞ്ഞെന്ന് പറയടോ. ദേവിക വീട്ടില് ബീം വിളക്കുന്നത് കേട്ടതാ. ഞാൻ കേട്ടു എന്നുള്ളത് അവൾ അറിഞ്ഞിട്ടില്ല. നിത്യയുടെ അച്ഛനോടും അമ്മയോടും കൂടി പറഞ്ഞതാ ആശുപത്രിയിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ച്.
മാഡവും പിന്നെ സുനിത എന്ന ഡോക്ടറുമാണ് ടാർഗറ്റ്. മാഡം, നമ്മൾ കരുതുന്ന ആളല്ല ദേവിക. മാഡത്തിനെതിരെ ഒരു വലിയ പദ്ധതി തന്നെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ദേവികയും മാഡത്തിന്റെ ഭർത്താവ് നിരഞ്ജൻ ഡോക്ടറും ചേർന്നു. ഇതവരുടെ വാക്കുകളിൽ നിന്ന് ഞാൻ ഊഹിച്ചെടുത്തതാ. എന്ത് പദ്ധതി? പറയാം, ശ്രദ്ധിച്ച് കേട്ടോണം. ദേവിക പറഞ്ഞത് മാഡം സ്വന്തം അച്ഛനെ കൊന്നിട്ട് ആശുപത്രി സ്വന്തമാക്കാനുള്ള പ്ലാൻ ഇട്ടിരിക്കുകയാണ്. അവൾ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞെന്നേ, ആറ്റുകാൽ അമ്മയാണ്. അത് വേണ്ട, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ദേവിയാ. എന്റെ ഈ ബ്രില്യന്റ് ആയ തലയാണ് സത്യം. ഇല്ലെങ്കിൽ എന്റെ തല പൊട്ടിത്തെറിച്ച് പോട്ടെ. ഞാൻ ഈ പറഞ്ഞതിന്റെ മറുവശം മാഡത്തിന് മനസ്സിലായോ? എന്ത്? ഓ എന്റെ മാഡം ഇത്ര ഇന്നസെന്റ് ആവരുത്. ദേവിക പറഞ്ഞതിന്റെ മറുപുറം എന്താന്ന് വെച്ചാ, മാഡത്തിന്റെ അച്ഛൻ ജയശങ്കർ സാറ് ഏത് നിമിഷവും കൊല്ലപ്പെടാം. ആശുപത്രി വെച്ചോ വീട്ടിൽ വെച്ചോ എവിടെ വെച്ച് വേണം. പ്രതിസ്ഥാനത്ത് മാഡം വരും, അവര് വരുത്തും. അതിനുള്ള തെളിവുകൾ അവരുണ്ടാക്കും. ആ സ്കെച്ചിന്റെ ഭാഗമായിട്ടാണ് ദേവികയെ ഡോക്ടർ നിരഞ്ജൻ ആശുപത്രി കൊണ്ടുവന്നത്. മാഡത്തിന്റെ പാവ അച്ഛനെ കൊണ്ട് പുള്ളിക്കാരത് സാധിച്ചെടുക്കുകയും ചെയ്തു. സ്വന്തം അമ്മായിയപ്പനെ അമ്മായിയമ്മയും തട്ടിയിട്ട് വീട് സ്വന്തമാക്കാൻ നടക്കുന്നവളാ ദേവിക. വിഷം കൂടിയേനും. മാഡം ഒന്ന് സൂക്ഷിക്കണം. എനിക്കറിയാം എന്ത് വേണോന്ന്. എന്തായാലും വിവരങ്ങൾക്ക് നന്ദി. ഇതിന് നിനക്കുള്ള പ്രതിഫലം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിക്കോളും. താങ്ക്സ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ച 10 ലക്ഷം അത് വഴിയെ. നിനക്ക് കുറച്ച് ജോലി കൂടിയുണ്ട്, ഞാൻ പറയാം. ചിലയിടത്ത് പുക, ചിലയിടത്ത് ചാരം. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ഡോക്ടർ നിരഞ്ജൻ രഹസ്യ മീറ്റിംഗ് നടത്തുന്നോ? അതെ. മീറ്റിംഗ് രഹസ്യമാണെന്ന് തോന്നാനുള്ള കാരണം? അതും അയാൾക്ക് ആധിപത്യമുള്ള ഹോസ്പിറ്റലിൽ എന്തിന്റെ രഹസ്യ മീറ്റിംഗ് നടത്തണം? കാരണം അറിയില്ല, പക്ഷേ ഒരു രഹസ്യ സ്വഭാവമുണ്ട്. സാധാരണ HOD മീറ്റിംഗ് പോലെയോ സ്റ്റാഫ് മീറ്റിംഗ് പോലെയോ അല്ല ഇത് നടത്തുന്നത്. ഹോസ്പിറ്റലിലൊരു വിഭാഗത്തെ അടർത്തി മാറ്റിയാണ്. ഒരു വിഭാഗത്തെ അടർത്തി മാറ്റിയോ? മനസ്സിലായില്ല. എന്ന് വെച്ചാൽ അക്ഷര ഹോസ്പിറ്റലിൽ അക്ഷര മാഡത്തിനോടുള്ളതിനേക്കാൾ കൂറ് ഡോക്ടർ നിരഞ്ജനോടുള്ള വലിയ വിഭാഗം സ്റ്റാഫുണ്ട്. ഏറിയ പങ്കും അവരാ. അതിൽ നിന്നും ഫിൽട്ടർ ചെയ്തെടുത്ത കുറച്ചുപേര് മാത്രമായിട്ടാ ഡോക്ടർ നിരഞ്ജന്റെ മീറ്റിംഗ്. അതിനർത്ഥം ഒന്നേ ഉള്ളൂ, ഹോസ്പിറ്റലിന്റെ ഉള്ളിലെ എന്തൊക്കെയോ കാര്യങ്ങളിൽ അയാൾക്ക് സംശയമുണ്ട്. അത് കണ്ടുപിടിക്കാനും സംശയമുള്ളവരെ, അതായത് എന്നെ ഉൾപ്പെടെയുള്ളവരെ നിരീക്ഷിക്കാൻ വേണ്ടിയാവും. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഡോക്ടർ നിരഞ്ജൻ അവിടെ രഹസ്യ മീറ്റിംഗ് നടത്തി കുറെ ആളുകളെ സംഘടിപ്പിച്ച് നിർത്തിയ നമ്മൾ മറുവശത്ത് വേറൊരു സൈന്യം തീർക്കും. ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ മടയ്ക്കുള്ളിൽ ചെന്ന് ആക്രമണം നടത്തുന്നതാ എന്റെ ഒരു രീതി. എന്റേതായ ചാരന്മാർ അവിടെ വരും. എന്തെങ്കിലും ചെയ്യണം. അക്ഷര മേഡം വീട് പോയാൽ നമ്മളെല്ലാവരും ഒന്നിച്ച് വീഴും. ആരും വീഴില്ല. ഡോക്ടർ ധൈര്യമായിട്ട് വയ്ക്കോ. നിരഞ്ജൻ ഡോക്ടറുടെ രഹസ്യ മീറ്റിങ്ങുകളും ചാരപ്പണികളും ഒക്കെ അവിടെ നടക്കട്ടെ. ചാരപ്പണികൾ ചാരമാക്കാനുള്ള പണി എനിക്കറിയാം.